പൊതുവെ കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഫിറ്റ്നസ് ഫോമാറ്റാണ്. എട്ടാം ക്ലാസ്സിലെ പുതിയ കലാവിദ്യാഭ്യാസം പാഠപുസ്തകത്തിൽ സൂംബ നൃത്തവുമുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എനർജറ്റിക്കും ഒരു വെക്കേഷന് നല്ലൊരു എൻജോയ്മെന്റ് ആയിട്ട് തോന്നി. സ്കൂൾ ചെയ്യുമ്പോൾ വളരെ ഫണ്ണായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരേപോലെ മാമില് ഒരുപാട് ഫണ്ണായിരുന്നു. സ്കൂളുമായിട്ട് ഈവനിങ് പ്രോഗ്രാമായിട്ട് പോകുന്നുണ്ട്. എന്തിനാണ് ഈ വിവാദം എന്ന ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ അതിന് തങ്ങളുടേതായ കാരണങ്ങൾ മുസ്ലിം സംഘടനകൾ ഉയർത്തുന്നുമുണ്ട്. ആ വാദങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. തീർത്തും അപ്രതീക്ഷിതമായി എന്തിനാണ് സുംബ ഡാൻസ് എന്നുള്ള ചോദിക്കുന്നവരുമുണ്ട്. അപ്പം താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സുംബ ഡാൻസിന്റെ അനിവാര്യത എന്താണെന്ന്, ഇപ്പൊ കുട്ടികളോട് സംവദിക്കുന്ന ഒരാളെന്ന നിലയിൽ, അവരുടെ ഈ മാനസികാരോഗ്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നോക്കൂ, സുംബ ഡാൻസ് എന്ന് പറയുന്നത് അതൊരു എയറോബിക് എക്സസൈസിന്റെ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് നമുക്ക് എക്സസൈസ് 3 തരത്തിലാണ് പ്രധാനമായിട്ട് വേണ്ടത്. കാർഡിയോവാസ്കുലർ എക്സസൈസ് വേണം, സ്ട്രെച്ച് എക്സസൈസസ് വേണം, ബ്രീതിങ് എക്സസൈസസ് വേണം. അപ്പൊ ഇത് 3ഉം ചേർന്ന ഒരു പാക്കേജ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന്, അത് മാനസികാരോഗ്യമാണെങ്കിലും ശാരീരിക ആരോഗ്യത്തിനാണെന്നുണ്ടെങ്കിലും നല്ലത്. അപ്പൊ സുംബ ഡാൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ അതൊരു കാർഡിയോവാസ്കുലർ എക്സസൈസ് ആണ്. അപ്പോ നമുക്ക് വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ ഒബീസിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. അവർക്ക് വേണ്ടുന്ന ഒരു